ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് മാവ് ഞാൻ ആദ്യമേ ഒന്ന് കുഴച്ച് വെച്ചതാണ്. വീണ്ടും അതൊന്നുകൂടി നന്നായിട്ട് കുഴച്ചിട്ട് കൗണ്ടർ ടോപ്പിൽ തന്നെ ഇട്ടിട്ടാണ് ചപ്പാത്തി പരത്തിയെടുക്കുന്നത്. അതാട്ടോ എനിക്ക് എളുപ്പം. ചപ്പാത്തി പലകയും ഒക്കെ ഉണ്ട്, പക്ഷേ ഞാൻ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ കുറച്ച് പൊടിയൊക്കെ വിതറിയിട്ട് ഞാൻ എന്താ പരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ആദ്യമേ ഒന്ന് പരത്തി വെച്ചിട്ടാണ് പിന്നെ ചട്ടി വെച്ചിട്ട് ചുട്ടു തുടങ്ങുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ഓരോന്ന് ചട്ടിയിലിട്ടിട്ട് ബാക്കി പരത്തി ചുടാൻ സമയം കിട്ടും കേട്ടോ. പിന്നെ കറി ഉണ്ടാക്കിയത് കടലക്കറിയാണ്. അപ്പോൾ കറിയും അവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും കടലക്കറിയൊക്കെ ആയിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ മോൻ്റെ സ്കൂളിൽ മീറ്റിങ്ങിന് പോയിട്ടുണ്ടായിട്ട്. അപ്പോൾ പോയി വന്നപ്പോൾ ഞാൻ 2 മൺചട്ടി വാങ്ങിയിട്ട് വന്നായിരുന്നു. അപ്പോൾ അത് കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാനൊരു മൂലയിലേക്ക് അങ്ങനെ നീക്കി വെച്ചതാണ്, ആരുടെയും കൈയൊന്നും തട്ടി പൊട്ടിയൊന്നും പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിന്ന് ഒന്ന് മയക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് കറുത്ത ചട്ടിയാട്ടോ. അപ്പോൾ കറുത്ത ചട്ടിക്ക് അധികം മയക്കൽ വേണ്ടാന്നാണ്, കാരണം അത് 2 പ്രാവശ്യം ചൂളയിൽ ഇരുന്നിട്ട് വന്നതാണ്. അപ്പോൾ അതിന് നന്നായിട്ട് തന്നെ മയങ്ങിയ രീതിക്കാണ് നമുക്കത് കിട്ടണത്. അപ്പോൾ ഞാനിപ്പോൾ എന്താ അത് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നന്നായിട്ട് വലിയൊരു ടബുണ്ട് എനിക്ക്. അപ്പോൾ ആ ടബിൽ നിറയെ വെള്ളം എടുത്തിട്ട് ഈ ചട്ടികൾ മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഞാൻ അതിലേക്ക് അങ്ങോട്ട് ഇട്ട് വെച്ചേക്കും. അപ്പോൾ അത് നന്നായിട്ട് വെള്ളം കുടിച്ച് വീർത്തൊക്കെ വരും. വീർത്ത് വരില്ല, നന്നായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറും. അപ്പോൾ പിന്നെ അത് ഒരു ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേനും ഞാനപ്പോൾ ഇന്നത്തെ ചോറ് വാർത്ത കഞ്ഞിവെള്ളവും ഇന്നലത്തെയും ഞാനിവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചട്ടിയുടെ അകത്തേക്ക് ഈ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ഇന്ന് ഫുള്ള് ഇങ്ങനെ വെച്ചേക്കും. എന്നിട്ട് രാത്രിയൊക്കെ ആ വെള്ളം അങ്ങനെ തന്നെ ചട്ടിയിൽ തന്നെ നിറച്ച് വയ്ക്കും. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നന്നായിട്ടത് തിളപ്പിച്ച് ആ കഞ്ഞിവെള്ളം തന്നെ തിളപ്പിച്ച് കളയും. അപ്പോൾ അത് മയങ്ങിയിട്ടുണ്ടാവും. അങ്ങനെയായിട്ട് ഞാൻ ചട്ടി മയക്കണത്. അപ്പോൾ ഞാൻ എന്താ ചട്ടി കൊണ്ടുവന്ന് വെച്ച പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചട്ടിക്ക് ഇപ്പോൾ നല്ല വിലയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇത്ര വിലയില്ലല്ലോ എന്ന് ഞാൻ സ്ഥിരം വാങ്ങണ ഒരു ചേച്ചിയുടെ അടുത്തു നിന്നാണ്. അപ്പോൾ ആ ചേച്ചിയുടെ അടുത്ത് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേച്ചി പറയുന്നുണ്ട്, ഇപ്പോൾ ഇതിൻ്റെ മണ്ണൊന്നും ഇവിടെ ഇപ്പോൾ ഇവിടെ മണ്ണ് കുഴച്ചാരും ചട്ടിയൊന്നും ഉണ്ടാക്കണില്ല. ഇവരിപ്പോൾ ഇത് ഷൊർണൂരിൽ നിന്നൊക്കെ കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിന് അവിടെ നിന്ന് 2 ലോഡ് മണ്ണ് ഇവിടെ കൊണ്ടുവന്ന് ഇപ്പോൾ ഏതോ 2 വീടുകളിൽ മാത്രമാണ് ഇത് ഉണ്ടാക്കണുള്ളൂ. അവരത് കൊണ്ടുവന്ന് ഈ അരിച്ച് പൊടി മണ്ണ് വേണം ഇതിന്. അപ്പോൾ അങ്ങനെ അരിച്ച പൊടിയായിട്ടുള്ള മണ്ണ് 2 ലോഡ് നമ്മുടെ നാട്ടിലെത്തി കിട്ടുമ്പോഴത്തേനും അതിന് 2 ലക്ഷം രൂപയോളം ആവേണ്ടെന്ന്. അത്ര കോസ്റ്റ്ലിയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഈ ഫാക്ടറികളും വ്യവസായങ്ങളൊക്കെ വന്നേ പിന്നെ മണ്ണിനൊക്കെ പുളിരസമായതുകൊണ്ട് മണ്ണ് കിട്ടാനില്ല. അപ്പോൾ അതുകൊണ്ട് ഇവരും ചട്ടി മേടിച്ചുകൊണ്ട് വരാണ് ഷൊർണൂരിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് എന്തെങ്കിലും ലാഭം വേണമല്ലോ. അപ്പോൾ നിസ്സാര ലാഭമാണ് മോളെ ഞങ്ങൾക്ക് കിട്ടണുള്ളൂ എന്നാണ് അവർ പറയണത്. അപ്പോൾ ഞാനൊരു ചോറ് വയ്ക്കാനൊരു കലവും പിന്നെ എനിക്കൊരു മുട്ട വേവിക്കാനായിട്ടോ കുഞ്ഞു കലം, അതെനിക്ക് ആദ്യമേ ഉണ്ടായതാണ്. അപ്പം ഞാൻ അതിനിടയ്ക്ക് കുറച്ച് ഉഴുന്ന് വെള്ളത്തിലിടാൻ ഓർമ്മ വന്നപ്പോൾ വേഗം ഇട്ടതാണ്, അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും. നാളത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ ഇട്ട് വെച്ചു. പിന്നെ ഉച്ചക്കത്തേക്ക് കറി വയ്ക്കാനായിട്ട് ചെമ്മീനാട്ടോ കിട്ടിയേക്കണത്. അപ്പോൾ അത് ക്ലീൻ ചെയ്യാനായിട്ട് അതും എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായി. അപ്പോൾ എൻ്റെ മുട്ട വേവിച്ചുകൊണ്ടിരുന്ന കലം ഒരു ഉണ്ട കലാട്ടോ, ഒരു മുട്ട പോലത്തെ തന്നെ കലായിരുന്നു. നല്ല ഒരു കുഞ്ഞ് ക്യൂട്ട് കലാണ്. അപ്പോൾ അത് പൊട്ടിപ്പോയപ്പോൾ തൊട്ട് ഞാൻ പുതിയതൊരെണ്ണം വാങ്ങാൻ നടക്കുന്നതാണ്. അപ്പോൾ അന്ന് തൊട്ട് ഇത് അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. ഇന്നും ഞാൻ അവിടെ നോക്കുമ്പോഴും ആ ഷേപ്പിനുള്ള കല എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഇതൊരെണ്ണം വാങ്ങിയിട്ട് വന്നതാണ്, ചെറിയൊരു കല. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു തോരനും മെഴുക്കുവരട്ടിയൊക്കെ ഇതിൽ ഉണ്ടാക്കുകയും ചെയ്യാം. ഒരു ചെറിയ കറി തക്കാളിയൊക്കെ ഒന്ന് കറി വയ്ക്കണമെങ്കിൽ അത് വയ്ക്കുകയും ചെയ്യാം, മുട്ട വേവിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ച് വാങ്ങിയതാണ് ആ കുഞ്ഞു കലം. അങ്ങനെ ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ 2 സവാള, വലിയ സവാള അരിഞ്ഞിട്ട് അത് വഴറ്റിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ വഴറ്റി വേപ്പിലേക്ക് ഇട്ടിട്ട് തക്കാളിയും 2 അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിന്ന് ചെമ്മീൻ കറിയല്ല വയ്ക്കണത്, റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും, വേറൊരു പൊടികളും വേണ്ട, ഈ 3 പൊടികളും മതി. ഗരം മസാലയും മഞ്ഞളും മുളകും ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റിയിട്ട് ചെമ്മീനിട്ട് വേവിച്ചെടുക്കും. അപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് വേവിക്കണ്ട, ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. ആ വെള്ളത്തിൽ കിടന്നത് റോസ്റ്റായിട്ട് വന്നോളും. അങ്ങനെയാണ് ഞാൻ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാറ്. അപ്പോൾ ചെമ്മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് മൂടി വയ്ക്കും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് നമുക്ക് ഗ്രേവി പാകമാകുമ്പോൾ തീ ഓഫ് ചെയ്യാം. അങ്ങനെയാണ്.
അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പോണ സമയത്ത് ഞങ്ങളിങ്ങനെ ഓരോ ഇടവഴികൾ നടന്നല്ലേ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിൽ ചുറ്റുവട്ടത്തും എല്ലാ വീടുകളിലും ഇങ്ങനെ മൺചട്ടി ഉണ്ടാക്കുന്ന വീടുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഈ വീടുകളുടെയൊക്കെ മുറ്റത്തോടെയാണ് പോകുന്നത്. അപ്പോൾ ചൂളയ്ക്ക് വയ്ക്കണതും ചട്ടി മണ്ണ് കുഴയ്ക്കണതും ഇതെല്ലാം കണ്ട് വളർന്നതാട്ടോ ഞാൻ. അപ്പോൾ ഒരുപാട് കുടുംബങ്ങൾ ഇങ്ങനെ ചട്ടി ഉണ്ടാക്കി അത് കരകൗശല രീതിയിൽ ഉപജീവനം നടത്തിയിരുന്ന കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരൊന്നും ഈ ജോലി ചെയ്യണില്ല. ആ ഒരു ഏരിയയെ തന്നെ ആ ഒരു സംസ്കാരം തന്നെ ഇപ്പോൾ പോയി എന്ന് പറയാം. അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ സങ്കടമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വില കൂടുതലാണെന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങാതിരിക്കണതനുസരിച്ച് ഇവർക്ക് അതിനോടുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞിട്ട് അവർക്കും ജീവിക്കണമല്ലോ. അപ്പോൾ അവരത് നിർത്തി പോവുകയാണ് ചെയ്യണത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് ഈ മൺചട്ടികൾ തന്നെയാണ്. നമ്മളത് മനസ്സിലാക്കാതെ നോൺ സ്റ്റിക്കിൻ്റെയും അലൂമിനിയത്തിൻ്റെയും ഒക്കെ പുറകെ പോകും. പക്ഷേ അതിനകത്തൊക്കെ കുക്ക് ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ ഈ പുളിയുള്ളതൊന്നും അലൂമിനിയം പാത്രങ്ങളിൽ കുക്ക് ചെയ്യാൻ പാടില്ല. നമുക്ക് അൾസർ ഉണ്ടായി വയറിന് ക്യാൻസർ വരെ ഉണ്ടാവും. അതൊക്കെ ഇപ്പോഴത്തെ ഈ ഇത് അസുഖങ്ങൾ കൂടണതിൻ്റെയൊക്കെ കാരണവും അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മൺചട്ടിയിലൊക്കെ കഴിയുന്നതും പാകം ചെയ്യണം. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഉഴുന്നൊക്കെ അരച്ച് മാവൊക്കെ റെഡിയാക്കി വെച്ച് ഊണൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ വൈകുന്നേരമാണ്. അപ്പോൾ ഇന്ന് ഞാൻ സ്നാക്കായിട്ട് ഹൽവ ഉണ്ടപ്പോൾ വാങ്ങിയതാട്ടോ, പല കളറിലിരിക്കണുണ്ട്. അപ്പോൾ പിന്നെ ബിസ്ക്കറ്റും ഉണ്ടായി, ചായയും കൂടി കഴിഞ്ഞിട്ടുണ്ട്.